ഒരു ക്രിസ്ത്യാനിയുടെ കടമയെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ, ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ കടമയാണ്, അവന്റെ ഉത്തരവാദിത്തമാണ്. വേണമെങ്കിൽ ചെയ്യാന്നുള്ളതല്ല, അല്ലെ? ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഒരുവന്റെ കടമയാണ്. കുറെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടല്ലേ. മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ വേദന തോന്നിയിട്ടുണ്ട്. കാരണം ഈ മക്കൾക്ക് വേണ്ടി ഇതുപോലെ രാപ്പകൽ അധ്വാനിക്കുന്നു, ചോര നീരാക്കി പണിയെടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവരുടെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനയും നൊമ്പരവും പേറേണ്ടി വരുന്നത് പോലും ഈ മക്കളിൽ നിന്നാണ്. ഒരു ജീവിതത്തിന്റെ ആയുസ് മുഴുവനും തന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം ബലിയായി ഹോമിച്ചിട്ട് യേശുക്രിസ്തു കാൽവരിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഒരു ജീവിതത്തിന്റെ ആയുസ് മുഴുവനും തന്റെ കുടുംബത്തിന് വേണ്ടി ബലിയായി നൽകിയിട്ട്, മക്കളെ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ എന്ന് ഒരപ്പൻ മക്കളെ നോക്കി, ഒരമ്മ മക്കളെ നോക്കി, മാതാപിതാക്കൾ മക്കളെ നോക്കി പറഞ്ഞിട്ട് അവസാന നാളുകളിൽ ഈ മക്കളിൽ നിന്ന് തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ജീവിതത്തിന്റെ അനുഭവം പേറേണ്ടി വരുമ്പോ ആ മാതാപിതാക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ മൗന നൊമ്പരം എന്താണെന്ന് കടന്നുപോയവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഹല്ലേലൂയ. എത്രയോ മാതാപിതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ചോ 4 മക്കളുണ്ടായിരുന്നു, 4 മക്കള്, 4 ആൺമക്കള്. അച്ഛനറിയാവോ, എന്റെ ജീവിത പങ്കാളി ഇളയ മകന് വെറും 90 ദിവസമുള്ളപ്പോ എന്റെ കയ്യിലാക്കിയിട്ട് വിട പറഞ്ഞതാ. പിന്നെ ഈ 4 എണ്ണത്തിനെ എങ്ങനെ വളർത്തി വലുതാക്കി എന്ന് ചോദിച്ചാൽ അച്ഛനറിയാവോ, ചിലപ്പോ നേരങ്ങൾ പട്ടിണി കിടന്നിട്ട്, അന്നത്തെ കാലത്ത് വയലിൽ കൃഷി ഇറക്കാൻ പോകും, വയലിങ്ങനെ കൊയ്യുന്ന സമയമുണ്ട്, നെല്ല് കൊയ്യും. ഇപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പിന്നെ വൈകിട്ടാ വരുന്നത്. ഈശ്വരന് ഭക്ഷിക്കാൻ ഉച്ചയ്ക്ക് ഒന്നുമില്ലാത്തപ്പോ കൊണ്ടുപോകുന്ന തോർത്ത് അരയിൽ വലിച്ചങ്ങോട്ട് മുറുക്കും. അങ്ങനെ സായാഹ്നത്തോളം പണിയെടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് 4 മക്കളെ വളർത്തി വലുതാക്കി. 4 മക്കൾക്കും കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്തു. 4 പേരും വിദേശത്ത് സെറ്റിലായി. ഒരാൾ നാട്ടിലുണ്ടായിരുന്നു, അയാളും വിദേശത്തേക്ക് പോയി. എന്നിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമോ, ഇപ്പോ ആർക്കും എന്നെ വേണ്ടച്ചോ, ആർക്കും എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തയില്ലച്ചോ, മാസത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ മക്കൾ വിളിക്കുമെന്ന് വിചാരിച്ചാൽ മാസത്തിൽ ഒരു വിളിക്ക് വേണ്ടി കാതോർക്കുമ്പോ അതിനുപോലും എൻ്റെ മക്കൾക്ക് ഇപ്പൊ സമയമില്ലച്ചോ. അവർക്കിന്ന് ഞാനൊരു ഭാരമാ. എന്റെ കാര്യം പറയുമ്പോ മരുന്നിന് ഒരു 10 രൂപ ചോദിക്കുമ്പോ, ഞാനിന്ന് രോഗിയാ, 10 രൂപ മരുന്നിന് ചോദിക്കുമ്പോ അവര് പറയും മൂത്താളുടെ അടുത്ത് ചോദിക്ക്, മൂത്തവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഇളയവന്റെ അടുത്ത് ചോദിക്ക്, ഇളയവന്റെ അടുത്ത് ചോദിക്കുമ്പോ നടുക്കൊരുത്തനുണ്ടല്ലോ അവന്റെ അടുത്ത് ചോദിക്ക്. 4 മക്കളെ വളർത്തിയിട്ട് അവസാന ഘട്ടത്തിൽ ഒരമ്മ കടന്നു പോകുന്ന നൊമ്പരമാണ്. ഈ 4 പേരിൽ നിന്നും ഒരിറ്റ് സ്നേഹം കിട്ടാതെ ഒരമ്മ വീർപ്പുമുട്ടുമ്പോ ഒരമ്മ കടന്നു പോകുന്ന ഒരു നൊമ്പരമുണ്ട്. അത് ഒരമ്മയാകുമ്പോ ഒരു ജീവിതത്തിന്റെ അനുഭവം പേറുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ മക്കളെ, ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഓരോ പ്രഭാതത്തിലും യേശു തന്റെ ശരീരവും രക്തവും നമുക്കായി വെച്ച് നീട്ടിയിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രഭാതത്തിലും തന്റെ ചോരയും നീരും എനിക്ക് നിനക്കുമായി പങ്കുവെച്ച് തരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ അതിനെതിരെ മറുതലിക്കുമ്പോ, അതിനെ തള്ളി മാറ്റുമ്പോ, അതിനെ തിരിച്ച് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാതിരിക്കുമ്പോ, തിരിച്ച് സ്നേഹിക്കുന്നതിന് വൈമനസ്യം കാണിക്കുമ്പോ എത്രമാത്രം ഒരു ദൈവം നൊമ്പരപ്പെടുന്നുണ്ടെന്ന്, എത്ര ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് അച്ഛനൊരു ആശങ്കയുണ്ട്. അച്ഛനൊരു മാനസിക വ്യതയോടുകൂടി പറയുന്നു, ഇത് ദൈവത്തിന്റെ നൊമ്പരമാണ്. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ. ഓരോ ദിവസവും ഈ അൾത്താരയിൽ ഈശോ തന്റെ ശരീരവും രക്തവും എനിക്കും നിനക്കും പങ്കുവെച്ച് തന്നിട്ട് ശരീരത്തിന്റെ ഭാഗമാ പറിച്ചു തരുന്ന വേദനയുണ്ട്. പറിച്ച് കർത്താവ് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ചില മാതാപിതാക്കൾ പറയാനുള്ള, അച്ഛാ ചോര നീരാക്കിയ ഞാൻ ഇതിനെ വളർത്തിയ, അത്രയും കഷ്ടപ്പെട്ട ഞാൻ ഇതിനെ വളർത്തിയ, പട്ടിണി കടന്ന ഇതിനെ വളർത്തിയ,
കാരിസ്മയിൽ ഒരു അപ്പൻ വന്നിട്ട് അമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞ ഒരു സംഭവം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഉമ്മറത്തിരുന്ന് കരയുക. ഒരു രാത്രി സായനത്തിൽ ഇറങ്ങി വന്നിട്ട് തലേ ദിവസം അപ്പനും അമ്മയും കൂടിയും പിടിച്ച് മകളെ ഫ്രണ്ടിൽ നിർത്തി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോ ബൈബിൾ എടുത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കേൾക്കുന്നത് സത്യമാണോ? നീ ഈ ദിവസങ്ങളിൽ പകല് ആരുടെയൊക്കെയോ കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കാൻ പോയ പെൺകൊച്ച്, ഒന്നുമില്ല, പട്ടിണിയുടെ നടുവില് വാടക വീട്ടിൽ കിടക്കുന്നു. ഇവര് എന്തെങ്കിലുമൊക്കെ 10-100 രൂപയുടെ സാധനങ്ങൾ ചന്തയിൽ നിന്ന് മേടിച്ചാൽ കഞ്ഞിയും ഉണക്കമീനും കൊണ്ട് ഒരാഴ്ച അപ്പനും അമ്മയും കടന്നുകൂടും. എന്തിനാ? ഒരൊറ്റ മകളുണ്ട്, അവളെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും കരകയറ്റിയിട്ട് കുടുംബം ഒന്ന് രക്ഷപ്പെടണം. അങ്ങനെ മംഗലാപുരത്ത് പഠിപ്പിക്കാൻ കൊണ്ടായി. അവധിക്കാലത്ത് 10 ദിവസത്തെ അവധിയുള്ളൂ. അവധിക്ക് വന്നപ്പോ നാട്ടുകാരിൽ നിന്നൊരു അപ്പനും അമ്മയും കേട്ടു അവളെ കുറിച്ച് തെറ്റായ ചില കാര്യങ്ങൾ. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. തന്റെ മകളെ കുറിച്ച് പറഞ്ഞത് കേൾക്കാൻ അവർക്ക് കേട്ടു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് രാത്രി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോ മകളെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് ബൈബിൾ വെച്ചിട്ട് അപ്പനും അമ്മയും ചോദിച്ചു, ബൈബിളെ തൊട്ട് പറയണം, നീ ചെയ്യുന്നത് ശരിയാണോ? നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നു കേട്ടല്ലോ, എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അവൾ അപ്പനോടും അമ്മയോടും ചോദിച്ചു, അപ്പേ മമ്മി, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാർ പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? പപ്പേ മമ്മി, എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാർ പറയുന്നതാണോ വിശ്വാസം? എങ്കിൽ അവർ പറഞ്ഞു, നീ ബൈബിളിൽ തൊട്ട് പറ, ഞങ്ങൾക്ക് വിശ്വാസം വരട്ടെ. അവൾ പറഞ്ഞു, ബൈബിളിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ചിന്ത പോലുമില്ല. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തപ്പോ മാതാപിതാക്കൾ കണ്ണും പൂട്ടി ആ മകളെ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, സത്യമായി സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് അച്ഛൻ പറയുന്നത്, പിറ്റേ ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഈ മകൾ ആ വീട്ടിലില്ല. ആരുടെ കൂടെ അവൾ ഇന്നലകളിൽ കറങ്ങി നടന്നുവോ അവനോടൊത്ത് ഈ മകൾ വീട്ടിൽ നിന്നും അപ്പനും അമ്മയോടും പറയാതെ അവൾ ഇറങ്ങിപ്പോയി. ഈ മാതാപിതാക്കൾ ചങ്കുരുകി ഒറ്റ മകളെ വളർത്തി വലുതാക്കിയതിന്റെ വേദന, പട്ടിണി കടന്ന് ദാരിദ്ര്യത്തിൽ കടന്ന് ഈ മകളെ പഠിപ്പിക്കാൻ കാശുണ്ടാക്കാൻ ഒരു വാടക വീട്ടിൽ കടന്ന് അപ്പനമ്മയും ഭാരപ്പെട്ടിട്ട് മകളിങ്ങനെ പോയപ്പോ ഈ അപ്പനമ്മയും പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കില്ലായിരുന്നോ? ഒന്ന്, വേദന കൊണ്ട് പറയുന്നതായിരിക്കും, പോട്ടെ. രണ്ടാമത് പറഞ്ഞൊരു കാര്യം ഇതാണ്, തലേ ദിവസം ബൈബിളിൽ കൈതൊട്ട് അവൾ പറഞ്ഞിട്ട് അവൾ പറഞ്ഞതാ, പപ്പേ മമ്മി, മമ്മിക്കും പപ്പയ്ക്കും എന്നെ വിശ്വാസമില്ലേ? അപ്പോൾ ഇന്നലകളിൽ ബൈബിൾ തൊട്ട് അവൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നുണയല്ലേ അച്ചോ? അവൾ ഇന്നലകളിൽ സ്നേഹം നടിക്കുകയല്ലായിരുന്നു അച്ചോ. അപ്പം പറഞ്ഞതാ, ഇന്നലകളിൽ അവൾ ഞങ്ങളോടൊപ്പം വസിച്ചപ്പോഴും ഞങ്ങളുടെ വേദനയും നൊമ്പരും എല്ലാം അറിയാമായിരുന്നിട്ടും അവൾ ഞങ്ങളോട് കാണിച്ചത് കാപട്യമല്ലേ അച്ചോ? സ്നേഹമല്ലല്ലോ, സ്നേഹത്തിന്റെ കാപട്യമല്ലേ? ഹല്ലേലൂയ. അച്ഛൻ അവള് സ്നേഹം നടിക്കുമല്ലായിരുന്നു, എന്നിട്ടിരുന്ന് കരയുക. നമ്മളെങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഈ മാതാപിതാക്കളെ? ഒരു മകളെ വളർത്താൻ വേണ്ടി ജീവിതത്തിന്റെ ആയുസ് മുഴുവനും പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളർത്തി അത്രയാക്കി പഠിക്കാൻ കൊണ്ടേയാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയില് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛാ, 50 രൂപയ്ക്ക് ഉണക്കമീൻ മേടിച്ച ഒരാഴ്ച എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും കഴിയാൻ അത് മതി. ഞങ്ങൾ ഒരു പൈസ എക്സ്ട്രാ ചെലവഴിച്ചിട്ടില്ല. എന്തിനാ? മകളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് അത് അവൾ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണമെന്ന് കരുതി ഈ മാതാപിതാക്കൾ ചെയ്ത കാര്യമാണ്. എന്നിട്ട് അവസാനം സ്നേഹത്തിന്റെ ഭാഷയിൽ ജീവിതത്തെ വെച്ചു കൊടുത്തിട്ട് ഇന്നലകളിൽ അവൾ സ്നേഹിച്ചത് കാണിച്ചതും സ്നേഹത്തിന്റെ കാപട്യമായിരുന്നുവെന്ന് ഒരു നിമിഷം ആ മാതാപിതാക്കൾ അറിഞ്ഞപ്പോ അവർ കടന്നുപോയ നൊമ്പരം ഈ അച്ഛൻ നേരിട്ട് കണ്ടതാ. ഒരു രാത്രികാലം അവരെ ആശ്വസിപ്പിക്കാൻ പെട്ട പാട്. ഇപ്പോഴും അവർ ആ നൊമ്പരത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും ആ കണ്ണുനീരിൽ നിന്നും ഈ മാതാപിതാക്കൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും അതിന്റെ നിരാശയിൽ നിന്നും പൂർണ്ണമായി ഈ മാതാപിതാക്കൾ പുറത്തു വന്നിട്ടില്ല. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങളിനി ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കണ്ടേ? പറ. ഞങ്ങളിനി ആർക്ക് വേണ്ടിയിട്ടാ കഷ്ടപ്പെടണ്ടേ? അച്ഛൻ പറ. ഹല്ലേലൂയ. ശ്രമം പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ തന്റെ ശരീരവും രക്തവും നമുക്കായി മുറിച്ചു തന്നിട്ട് കലർപ്പില്ലാത്ത, കാപട്യമില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത നമുക്കായി ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ യേശു പങ്കുവെച്ച് തരുമ്പോ അതിന് കൊടുക്കുന്ന പ്രത്യുത്തരം സ്നേഹമാണോ അതോ കാപട്യമാണോ? ഹല്ലേലൂയ.
അതോ പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരെ, ഇതാ എൻ്റെ ശരീരം, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതാ എൻ്റെ രക്തം, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. ഇതാണ് സ്നേഹത്തിന്റെ പൂർണ്ണത. ഓരോ കുടുംബ ബന്ധങ്ങളും ഇതുപോലെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു, യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ അന്ന് അന്ത്യത്താഴ വേളയിൽ ഈ സുവിശേഷം പ്രസംഗിച്ചത്. ഒരപ്പൻ ഒരമ്മയെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ നോക്കിയിട്ട് പറയണം, ഇതെന്റെ ശരീരമാകുന്നു, നീ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാകുന്നു, നീ വാങ്ങി കുടിക്കുവിൻ. മാതാപിതാക്കൾ മക്കളെ നോക്കിയിട്ട് പറയണം, ഇതെന്റെ ശരീരമാ, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ രക്തമാ, ഇത് വാങ്ങി കുടിക്കുവിൻ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു ബലി പൂർത്തിയാകുന്നത്, അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത്. സ്വാർത്ഥതയോടുകൂടിയുള്ള ബലികളൊന്നും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. യേശു നമ്മെ സ്നേഹിച്ചത്, ഈശോ നമുക്കായി അവന്റെ ശരീരവും രക്തവും ബലിയായി തന്നത് സ്വാർത്ഥതയില്ല, ഒന്നും അവന് വേണ്ടി മാറ്റിവെച്ചില്ല. വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ ശരീരത്തിൽ അവശേഷിപ്പിച്ച അവസാനത്തുള്ളി രക്തവും നൽകി ഈശോ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഈ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് ഒരു ആത്മീയ മനുഷ്യന്റെ സുവിശേഷ ജീവിതം, സുവിശേഷത്തോടുള്ള സമർപ്പണം. ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി ഈശോ നമ്മെ സ്നേഹിച്ചു. ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അവന്റെ ശരീരത്തിൽ. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികളടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും, ശരീരത്തിൽ അവൻ മരണത്തിന് ശേഷം മരിച്ചു കിടക്കുമ്പോ അവൻ മരിച്ചുപോയി എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി പിളർത്തു. ആ പാർശ്വം ഇന്നും പിളർന്നു കിടപ്പുണ്ട്, കണ്ടോ? ഇന്നും അവന്റെ പാർശ്വം പിളർന്നു കിടക്കുന്നുണ്ട്, തുറന്നു കിടക്കുന്നുണ്ട്. എന്തിനാ? നീ മുറിയപ്പെടുമ്പോ, നീ മുറിക്കപ്പെടുമ്പോ, മകനെ മകളെ, നീ മുറിവേറ്റവളെ പോലെ ജീവിതം തീർക്കാതെ എന്റെ മുറിവിൽ നിനക്കിടമുണ്ടെന്ന് കാണിക്കാൻ യേശു അവന്റെ മാറിടം ഇന്നും തുറന്നിട്ടിരിക്കുകയാ. ആ മാറിടത്തിൽ കുന്തം കൊണ്ട് കുത്തി പിളർക്കപ്പെട്ടപ്പോ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ ശരീരത്തിൽ നിന്നും രക്തവും പിന്നെ വെള്ളവും ഒഴുകി. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ രക്തം വാർന്നു തീരുമ്പോഴാണ് ശരീരത്തിൽ നിന്നും വെള്ളം പോലത്തെ, പ്ലാസ്മ പോലത്തെ ഒരു ദ്രാവകം ശരീരത്തിൽ നിന്ന് വരുന്നത്. ശരീരത്തിലെ മുഴുവൻ രക്തവും വാർന്നു തീർന്നു പോകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അവസാനത്തുള്ളി രക്തവും നൽകി ഈശോ നമ്മെ സ്നേഹിച്ചു. അവന്റെ പരിശുദ്ധ രക്തത്താൽ അവൻ നമ്മെ സ്വർഗത്തിന് വേണ്ടി പൂർണ്ണമായ ഒരു വീണ്ടെടുപ്പ് നടത്തി. ഈ സ്നേഹം ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുമ്പോ, ഈ സ്നേഹത്തിന് ഒരു ദൈവാത്മാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവ് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് അവന്റെ അവളുടെ സുവിശേഷ ജീവിതം. ഈ സ്നേഹം അനുഭവിക്കാത്ത ഒരു വ്യക്തിക്കും സുവിശേഷ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല. ഈ സ്നേഹം അനുഭവിക്കാത്ത, സ്വന്തമാക്കാത്ത ഒരു വ്യക്തിക്ക് ഈ സ്നേഹം പങ്കുവെക്കാൻ, ഈ സുവിശേഷം കൊടുക്കാൻ, പങ്കുവെക്കാൻ പറ്റില്ല. അത് അസാധ്യമാണ്. ഇനി വചനം പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിന്റെ ദുരിതം മാറാത്തതിന്റെ ഒരു കാരണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നോളം സുവിശേഷം കേട്ടിട്ടും സുവിശേഷം ജീവിക്കാനോ, സുവിശേഷം പങ്കുവെക്കാനോ, സുവിശേഷം പ്രസംഗിക്കാനോ ആരംഭിച്ചിട്ടില്ല. വർഷങ്ങളായി സുവിശേഷം കേൾക്കുന്നു, നാളുകളായി വചനം വായിക്കുന്നു, വർഷങ്ങളായി ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിത്തുകൾ നമ്മളിൽ വിതയ്ക്കപ്പെട്ടു. എന്നിട്ടും അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കാത്തതല്ലേ യേശുവിന്റെ ഏറ്റവും വലിയ നൊമ്പരം. അതാണ് യേശുവിന്റെ ഏറ്റവും വലിയ, അല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തു, അതല്ല കർത്താവ് പറഞ്ഞു, ഞാൻ ഇതിക്കുള്ള എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ കല്ല് പറക്കി മാറ്റി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, കാവൽക്കാരെ നിർത്തി, എല്ലാ കല്ലുകളും പറക്കി മാറ്റി, നല്ലതും സ്ഥാപിച്ചു. എന്നിട്ടും പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരി ഫലങ്ങളല്ലേ? ഇതിനേക്കാൾ ഉപരി ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? യെശയ്യാ 5-ാം അധ്യായം അതിന്റെ തുടക്കം മുതൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഈ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ പറ്റൂ. ആ പ്രത്യുത്തരത്തെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന പേരാണ് സുവിശേഷ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശ്രമത്തിൽ പറ ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കണം? പറ പറ, ഇത്രയും കേട്ടതിന്റെ വെളിച്ചത്തിൽ പറ. സുവിശേഷം എന്റെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ, സുവിശേഷ അധിഷ്ഠിത ജീവിതം നയിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കണം? ആദ്യം ഉറക്കെ പറ. ആത്മീയത ഉണ്ടാകണം. ഇതെങ്ങനെ ഉണ്ടാകും? എന്തോ? പരിശുദ്ധാത്മാവ് വരണം അല്ലെ? പരിശുദ്ധാത്മാവ് എങ്ങനെ വരും? വരണം, അതൊക്കെ എനിക്കറിയാം. ഇത് വരണം, ഇത് വന്നാലേ ചിലതൊക്കെ മാറും. ഇതെങ്ങനെ വരും? എന്തോ? പ്രാർത്ഥന ഉപവാസമൊക്കെ നടത്തിയിട്ടും ഒരു പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാം. രാവിലെ മുതൽ വൈകിട്ട് വരെ മുട്ട നിന്ന് കർണക്കൊന്ത ചൊല്ലിയിട്ടും കൂടെ കിടക്കുന്ന ജീവിത പങ്കാളിയെ സ്നേഹിക്കാത്ത ടീമുകളെ ഞാൻ കാണിച്ചു തരാം. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സങ്കടം തോന്നുന്നു അച്ഛൻ. അതന്നെ ഏട്ടാ ചേട്ടന് സങ്കടം തോന്നുന്നത്, എൻ്റെ ഭാര്യയുടെ ചില സമയത്തുള്ള പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അച്ഛോ. അതന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ? പ്രാർത്ഥിക്കുന്നതൊക്കെ അച്ഛോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിന്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വേണമെങ്കിൽ അവിടെ മുട്ട നിന്ന് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം മാതാവിനെ കെട്ടിപ്പിടിച്ച് നന്നായിട്ട് ഉമ്മൊക്കെ കൊടുക്കും. അറിയാവോ, വിവാഹം കഴിഞ്ഞിട്ട് 29 വർഷമായി, ഇന്ന് വരെ എനിക്കൊരു ഉമ്മ തന്നിട്ടില്ല. രാവിലെ മുതൽ പ്രാർത്ഥന കഴിഞ്ഞ് മാതാവിനെ കെട്ടിപ്പിടിച്ച് 24 മണിക്കൂർ ചുംബനം കൊടുക്കും. ഈ പാവപ്പെട്ട പറഞ്ഞ, അച്ഛാ ഇത് കാണുമ്പോൾ ഞാൻ മാറി നിന്ന് വെള്ളം ഇറക്കും, എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിത പങ്കാളി ഒരു ഉമ്മൻ തന്നിട്ടില്ല. ഉള്ള പ്രാർത്ഥന. കൂടെ വസിക്കുന്നവരുടെ നൊമ്പരം അറിയാൻ പറ്റാത്തതിന്റെ വിളി, അതിന് പറയുന്ന പേരല്ല പ്രാർത്ഥന, അത് സ്വാർത്ഥത എന്നാ പറയുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ അളവല്ല നമ്മുടെ ആത്മീയത. ഹല്ലേലൂയ. ഒരിക്കലും പ്രാർത്ഥനയുടെ ദൈർഘ്യമെടുത്തിട്ട് അതാണ് ആത്മീയതയുടെ അളവുകോലെന്ന് ആരും പറയരുത്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന മണിക്കൂറുകൾ നോക്കിയിട്ട് അതിനാൽ തന്നെ ഞാൻ ആത്മീയനാണ് എന്ന് ഒരാളും പറയരുത്. ചിലപ്പോൾ മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ചിലപ്പോ മാസങ്ങളോളം എനിക്ക് ഉപവസിക്കാൻ പറ്റും. പക്ഷേ ജീവിതത്തിന്റെ മേൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ജീവിതമാകുന്ന നൗകയുടെ മേൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആകുലപ്പെട്ട് ഭയപ്പെട്ട് വിശ്വാസമില്ലാതെ അവിടെ കടന്ന് നൊമ്പരപ്പെടുമ്പോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയതയുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ അളവല്ല ആത്മീയത. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്നതിന്റെ അളവല്ല, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല ആത്മീയതയുടെ അളവ്. സ്നേഹിക്കാൻ പഠിക്കണം. ഹല്ലേലൂയാ. സ്നേഹിക്കാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം, എളിമപ്പെടാൻ പഠിക്കണം, അനുസരിക്കാൻ പഠിക്കണം, വിശുദ്ധ ജീവിതം നയിക്കാൻ പഠിക്കണം. ഇതൊക്കെ സാധ്യമാകുന്നത്, അച്ഛൻ വീണ്ടും ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് ആ വ്യക്തി യേശു ക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കിയ, അവനും അവൾക്കും വേണ്ടി ചെയ്ത സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത അവന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയിട്ട് ആ സ്നേഹം ഒരു വ്യക്തിയെ അവനെ പൂർണ്ണമായും രൂപപ്പെടുത്തുമ്പോ, ആലിംഗനം ചെയ്യുമ്പോ അനുഭവിക്കുന്നതിന്റെ പേരാണ് ആത്മീയ ജീവിതം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് അച്ഛൻ അറിയത്തില്ല, എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് അച്ഛൻ ആശങ്കയുണ്ട്. പക്ഷേ ഇത് കിട്ടിയാല്, കാൽവരിയിൽ എനിക്കായി ഒരുവൻ പിടഞ്ഞു മരിച്ചു, കാൽവരിയിൽ എനിക്കായി ഒരുവൻ അവന്റെ അവസാന തുള്ളി രക്തവും ചിന്തി, കാൽവരി മലയിൽ സകല പീഡാസഹനങ്ങളും നൊമ്പരങ്ങളും സകലതും ഏറ്റെടുത്തുകൊണ്ട് കാൽവരി മല മുഴുവൻ എന്റെ പാപത്തിന്റെ പരിഹാരമായി അവൻ ചെയ്തു. ഇത് ഒരാത്മാവിൽ ഈ സത്യം അങ്ങോട്ട് തുളച്ച് കയറുമ്പോ, ഈ സ്നേഹത്തിന്റെ അഗ്നി ഒരുവന്റെ ആത്മാവിലേക്ക് കയറുമ്പോ, പിന്നെ അവന്റെ ആത്മാവ് ഇങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങും. എനിക്കെങ്ങനെ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ പറ്റും? എനിക്കെങ്ങനെ എന്നെ ഇതുപോലെ സ്നേഹിച്ച ഒരുവന് വേണ്ടി ജീവിക്കാൻ പറ്റും? എനിക്കെങ്ങനെ എനിക്ക് വേണ്ടി മരിച്ച ഒരുവന് വേണ്ടി ജീവിക്കാൻ പറ്റും? ഈ ഒരു ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് സുവിശേഷ ജീവിതം, ആത്മീയ ജീവിതം. ഈ സ്നേഹം അനുഭവിക്കാത്ത ഒരു വ്യക്തിയും ഞാൻ ആത്മീയ ജീവിതത്തിലാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നവനാണ്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
ഹല്ലേലൂയ. ആദ്യം സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുവന്റെ ആത്മാവിൽ അവനെ പ്രതി മരിച്ച്, അവനെ പ്രതി രക്തം ചിന്തി, അവനെ ജീവനോളം സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്ന് ഒരുവൻ തന്റെ ചങ്കിലേക്ക് ആ ഒരു സത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, വചനം പറയുന്നു, ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം നമ്മെ സ്വന്തമാക്കിയെന്ന് അറിയുന്നതിനാൽ ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ല. എന്റെ ദൈവം എന്നെ സ്വന്തമാക്കിയെന്ന് തിരിച്ചറിയുന്നതിനാൽ ഞാൻ ഇനി പാപം ചെയ്യുകയില്ല. 1 കൊരിന്ത്യർ 6:20 വചനം പറയുന്നു, മക്കളെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയുള്ളവരാണ്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ. വിലയുള്ളവരാ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ വില? പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയണം. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ വില? പറഞ്ഞോ. യേശുവിന്റെ രക്തത്തിന്റെ വില. ഇതാണ് എന്റെയും നിങ്ങളുടെയും വില. ഇതൊരു ആത്മാവ് മനസ്സിലാക്കണം. എന്നിട്ട് ചിലവരൊക്കെ കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാൻ വരുമ്പോ പറയാം, അച്ഛാ, എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ അവസാനത്തുള്ളി രക്തവും ഈ ഭൂമിയിൽ വീഴുവോളം നിന്നെ അവൻ സ്നേഹിക്കണമായിരുന്നു. എന്റെ ജീവിതത്തിന് വിലയില്ല. കർത്താവ് പറഞ്ഞില്ലേ, നീ എനിക്ക് വിലപ്പെട്ടവനാ. ലോകത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവളല്ലായിരിക്കും, സമൂഹത്തിന്റെ മുമ്പിൽ വിലയില്ലായിരിക്കും, അപ്പന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, കൂടപ്പുറപ്പിന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ നിനക്ക് ഒരു വിലയില്ലായിരിക്കും. പക്ഷെ വചനം പറയുന്നു, മകളെ, മകനെ, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് വിലപ്പെട്ടവളാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് അമൂല്യയാണ്. നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാണ് സ്നേഹം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് എന്റെ ജീവിതത്തിന്റെ വില. അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും പറയാൻ പറ്റില്ല എന്റെ ജീവിതത്തിന് വിലയില്ല എന്ന്. ഒരു ദൈവം തന്റെ പുത്രനെ അവന്റെ അവസാനത്തുള്ളി രക്തവും ചിന്തുവോളം ഒരു ദൈവം നിന്നെ സ്നേഹിച്ചു. ഇതുപോലെ ആരാ സ്നേഹിക്കുന്നേ? മക്കള് സ്നേഹിക്കോ? സ്നേഹിക്കും. നോക്കിയിരുന്നാ മതി, വായം പൊളിച്ചിരുന്നാ മതി. അവസാനം ഒരു തുള്ളി വെള്ളം പോലും നാവ് കിട്ടും തോന്നുന്നില്ല, അല്ലേ? മരിക്കാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം കിട്ടി, ഇതിനകത്ത് എത്ര പേര് മരിക്കൂന്ന് പ്രാർത്ഥിക്കുക. കിട്ടിയാ കിട്ടി. ഹല്ലേലൂയ. മക്കളൊന്നും ഇതുപോലെ സ്നേഹിക്കില്ല. നിന്റെ അപ്പനെ സ്നേഹിക്കോ, നിന്റെ അമ്മ സ്നേഹിക്കോ, നിന്റെ കൂടപ്പിറപ്പ് സ്നേഹിക്കോ, നിന്റെ കൂട്ടുകാർ സ്നേഹിക്കോ, നിന്റെ കൂടെ വസിക്കുന്നവരിങ്ങനെ സ്നേഹിക്കോ? ഒരാളും ഇതുപോലെ സ്നേഹിക്കില്ല. സ്വന്തം ചങ്കിലെ ചോര തന്നിട്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ രക്തം വാങ്ങി കുടിക്ക്, ഇതാ എന്റെ ശരീരം വാങ്ങി ഭക്ഷിക്ക്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹം ഒരുവന്റെ, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:10 വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, പൂർണ്ണമായത് ഉദിക്കുമ്പോ അപൂർണമായത് എന്താ? അസ്തമിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം എന്തിനെ കുറിച്ചാ പറയുന്നത്? ശ്രദ്ധിച്ച് കേട്ടോ, ഇത് ശ്രദ്ധിച്ച് മനസ്സിൽ സൂക്ഷിക്കേണ്ട. വീട്ടിൽ പോയിട്ട് എല്ലാവരും വായിക്കേണ്ട വചനഭാഗമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഇന്നത്തെ ഹോംവർക്കാണ്. വീട്ടിൽ ചെന്ന് ബൈബിൾ എടുത്ത് വായിച്ചിട്ട് കിടക്കാവൂ, എത്ര രാത്രി ആയാലും. 1 കൊരിന്ത്യർ 13:10 വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം അധ്യായം എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒറ്റ ടോപ്പിക്കുള്ളൂ. എന്തിനെ കുറിച്ചാ? സ്നേഹം. സ്നേഹത്തെ കുറിച്ച് മാത്രമാണ് 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനോഹരമായ കാര്യങ്ങളാണ്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു.
സ്നേഹം സകലതും സഹിക്കുന്നു, സകലത്തെയും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തീരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായതുദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കുന്നു. അപ്പോൾ എന്നതാ ഈ പൂർണ്ണമായത്? സ്നേഹം. ഇതാണ് പൂർണ്ണമായത്, ദൈവത്തിന്റെ സ്നേഹം. ഇതാണ് പൂർണ്ണതയുള്ളത്. വേറെ ഒന്നിലും പൂർണ്ണതയില്ല. മനുഷ്യനൊന്നും സ്നേഹത്തിൽ പൂർണ്ണതയില്ല. മനുഷ്യന്റെ ക്ഷമയ്ക്ക് പൂർണ്ണതയില്ല. യേശു കാൽവരിയിൽ പൂർണ്ണമായി ക്ഷമിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. കാൽവരിയിൽ പൂർണ്ണമായി അനുസരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. കാൽവരിയിൽ പൂർണ്ണമായി എളിമപ്പെടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. കാൽവരിയിൽ പൂർണ്ണമായി സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. അവിടെ സ്നേഹത്തിന്റെ പൂർണ്ണതയുണ്ട്. ഈ സ്നേഹം പൂർണ്ണത പ്രാപിക്കുമ്പോ അപൂർണമായതൊക്കെ അസ്തമിക്കും. കണ്ടോ? നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഭയങ്കര കഷ്ടപ്പാടും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര പരിത്യാഗവും ഭയങ്കര ഉപവാസവും ഭയങ്കര കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ അപൂർണതകൾ ഒഴിവാക്കാൻ, ഈ അശുദ്ധി നിർത്താൻ, ഈ പാപം ഉപേക്ഷിക്കാൻ, ഈ ബന്ധം നിർത്താൻ, ഈ നാവിന്റെ അശുദ്ധി നിർത്താൻ, ഈ പരദൂഷണം പറയുന്നത് നിർത്താൻ, കുറ്റം പറച്ചിൽ നിർത്താൻ, ഈ മദ്യപാനം നിർത്താൻ, ഈ അങ്ങനെ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ, അപൂർണതകളെ മാറ്റി നിർത്താനുള്ള ഒരു ആയുസ്സിന്റെ മുഴുവൻ അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. പൂർണ്ണമായത് നിന്നിൽ ഉദിച്ചാൽ അപൂർണമായത് തനിയെ അസ്തമിക്കും. സൂര്യൻ ഉദിച്ചു വരുമ്പോ അന്ധകാരം തനിയെ, ഉറക്കപ്പറ, തനിയെ മാറും. കണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പൂർണ്ണമായ സ്നേഹം നമ്മളിൽ ഉദിക്കാൻ നമ്മൾ അനുവദിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അപൂർണതകൾ നമ്മളിൽ നിന്നും മാറും. ഹല്ലേലൂയ. ഈ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കണം പ്രിയപ്പെട്ടവർ. ഈ സ്നേഹം നിറയാൻ വേണ്ടി എല്ലാ ദിവസവും ധ്യാനിക്കേണ്ട വിഷയമാണ്. യേശുവേ, നമ്മൾ പറയണം, ദൈവമേ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ചവനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് നിരന്തരം പറയണം. ഈ സത്യം നീ നിന്നോട് പ്രഘോഷിക്കണം. വചനം പറയുന്നു, നീ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. നീ ശ്രദ്ധിച്ചോ? ആരോടാ സുവിശേഷം പറയണ്ടേ? സുവിശേഷം എന്താണെന്ന് മനസ്സിലായി. ഈ സ്നേഹമാണ്, ഈ സത്യമാണ്, ഇതാണ് നമ്മൾ പറയേണ്ട സുവിശേഷം. യേശുവാകുന്ന സത്യമാണ് നമ്മുടെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 2:2 പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ, ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും പ്രഘോഷിക്കണ്ട എന്ന് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം. ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, എനിക്ക് വേണ്ടി മരിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുക. ഇനി ആരോടാണ് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? പറ. യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, വചനം കേട്ട ആത്മവഞ്ചകരാകരുത്. അതിനുള്ള കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത്. ഇനി ആരോടാണ് സുവിശേഷം പറയേണ്ടത്? പെട്ടെന്ന് പറഞ്ഞോ. യേശുവിനെ അറിയാത്തവരോട് പറഞ്ഞു. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു ഒരിക്കലും തെറ്റുകയില്ല. നിങ്ങൾ നല്ല ആൾക്കാരാ. നമ്മളോട്. ഹല്ലേലൂയ. സുവിശേഷം അച്ഛൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നീ അറിഞ്ഞ സുവിശേഷം നീ എപ്പോഴും നിന്നോട് ആദ്യം പ്രഘോഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നാട്ടുകാരുടെ അടുത്ത് പ്രഘോഷിക്കാൻ വരട്ടെ, യേശുവിനെ അറിയാത്തവരുടെ അടുത്തൊക്കെ പ്രഘോഷിക്കാൻ വരട്ടെ. അതൊക്കെ അടുത്ത ലെവല്, അതൊക്കെ അങ്ങോട്ട് എത്തട്ടെ. അതിനു മുമ്പ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യം നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ സ്നേഹത്തിന്റെ സുവിശേഷം നീ നിന്നോട് പ്രഘോഷിക്കണം. വിജിലച്ച, നീ സ്നേഹിക്ക്. ഈശോ സ്നേഹിച്ചതുപോലെ നീ ആദ്യം സ്നേഹിക്ക്. മനസ്സിലായോ? വിജിലച്ച, ഈശോ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ച്, ഈശോ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്ക്, ഈശോ എളിമപ്പെട്ടതുപോലെ നീ എളിമപ്പെട്, ഈശോ അനുസരിച്ചതുപോലെ നീ അനുസരിക്ക്, ഈശോ സഹിച്ചതുപോലെ നീ സഹിക്ക്, യേശു വിട്ടുകൊടുത്തതുപോലെ നീ വിട്ടുകൊടുക്കുന്ന ഞാൻ എന്നോട് ആദ്യം പറയണം. ഇതാണ് സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ ആദ്യ ഘട്ടം. ഇത് സംഭവിക്കണം. അനേകം സുവിശേഷ പ്രഘോഷണ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? 2ാം ഘട്ടമാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവരോടാണ് സുവിശേഷം പറയുന്നത്, നമ്മളോട് ഒരു സുവിശേഷവും ഇല്ല.
അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ 8 വർഷത്തെ എൻ്റെ സുവിശേഷ ജീവിതത്തിൽ അനേകം സുവിശേഷ പ്രഘോഷകരെ കണ്ടിട്ടുണ്ട്, അനേകം ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്, അനേകം ആത്മീയ ശുശ്രൂഷകൾ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവരുമായി സംസാരിക്കുമ്പോഴും സംവാദത്തിൽ ഏർപ്പെടുമ്പോഴും എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ അനേകായിരങ്ങളുടെ മുമ്പിൽ സുവിശേഷം പറയുന്ന ചില ജീവിതങ്ങൾ ഇന്നോളം സ്വന്തം ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ തങ്ങളോട് തന്നെ സുവിശേഷം പറയാൻ മറന്നുപോകുന്ന ജീവിതങ്ങൾ. ഞാൻ എന്നോട് പറയണം, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു രോഗം വരുമ്പോ ഞാൻ ആദ്യം എന്നോട് പറയണം, വചനം എന്നോട് പറയണം, മകനെ രോഗം വരുമ്പോ ഉദാസീനനാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. ഒരു രോഗം വരുമ്പോ ഞാൻ വചനം എന്നോട് പറയണം, 1 പത്രോസ് 2:24 അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശു വചനമയച്ച് നിന്നെ സുഖപ്പെടുത്തും. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജ്ഞാനം 16:12 മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിന്റെ വചനമാണ് സകലരെയും സുഖപ്പെടുത്തുന്നത്. യെശയ്യാ 53:5 അവന്റെ ക്ഷതങ്ങളാൽ നിനക്ക് സൗഖ്യമുണ്ട്. ഇങ്ങനെ വചനം ഒരു ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവ് നിൽക്കുമ്പോ മകനെ മകളെ നീ ആദ്യം നിന്നോട് വചനം പറയണം, നീ നിന്നോട് സുവിശേഷം പ്രസംഗിക്കണം. എങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല, എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയേണ്ടി വരില്ല, എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മനസ്സസ്വസ്ഥപ്പെടേണ്ടി വരില്ല, എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അസമാധാനം പേറേണ്ടി വരില്ല, എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. കാരണം അവിശുദ്ധ സാഹചര്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ വചനം ഞാൻ എന്നോട് സുവിശേഷം പറയും, നിന്റെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കൾ ചെയ്തു, മക്കൾ ചെയ്തു, കൂടപ്പിറപ്പുകൾ ചെയ്തു, സഹോദരങ്ങൾ വേദനിപ്പിച്ചു, ചുറ്റുപാട് നിന്നും അതുപോലെ വേദനകൾ ഉണ്ടായി. ആ സാഹചര്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ അവരെ വെറുക്കാൻ ഒരു ജീവിതത്തിന്റെ തീരുമാനമെടുക്കുമ്പോ സുവിശേഷം ഞാൻ എന്നോട് പറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വരം എന്റെ കാതുകളിൽ കേൾക്കും, കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത നിനക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തിന്റെ അരൂപിയായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? ഇതാണ് സംഭവിക്കേണ്ടത്. ഇവിടെയാണ് സുവിശേഷ ജീവിതം ആരംഭിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ആദ്യം നീ നിന്നോട് സുവിശേഷം പറ. നിന്റെ ജീവിതത്തിൽ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നീ പറയുന്ന വാക്കുകൾ ഇടുത്തീ പോലെ, അഭിഷേകത്തിന്റെ തീ പോലെ നിന്റെ കൂടെ വസിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലും. നീ ഒന്നും സംസാരിക്കണ്ട. വിശുദ്ധ അസീസി പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രീച്ച് ഓൾവേസ്. എപ്പോഴും വചനം പറയുക, ആവശ്യമുള്ളപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുക. നീ നിരന്തരം വചനം പറയുക, ആവശ്യമുള്ളപ്പോൾ വാക്കുകളിലൂടെ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം കൊണ്ട് നീ എല്ലാ നിമിഷവും ദൈവത്തിന്റെ വചനം, സുവിശേഷം പ്രഘോഷിക്കണം. നിന്റെ ജീവിതം സുവിശേഷമാകുമ്പോ നിന്റെ കൂടെ വസിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷത്തിന്റെ അഗ്നി ചൂട് തനിയെ പടർന്നോളും. പൂർണ്ണത നിന്നിൽ ഉദിക്കുമ്പോ നിന്നിലും നിന്റെ കുടുംബത്തിലുമുള്ള അപൂർണതകൾ തനിയെ അസ്തമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർ സഭയോട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. വേറെ ഒന്നും വേണ്ട, കാരണം ഇത് മാത്രം എന്നും നിലനിൽക്കുള്ളൂ. വേറെ ഒന്നും നിലനിൽക്കില്ല, ബാക്കിയെല്ലാം പോകുന്ന പറഞ്ഞു. സമ്പത്ത് പോകും, സമ്പത്ത് നഷ്ടപ്പെടും, ബുദ്ധി നഷ്ടപ്പെടും, കഴിവ് നഷ്ടപ്പെടും, മക്കള് നഷ്ടപ്പെടും, മാതാപിതാക്കൾ നഷ്ടപ്പെടും, ബാങ്ക് ബാലൻസ് ഇല്ലാതാകും. നിന്റെ ജീവിതത്തിൽ ഇന്നോളം നീ നേടിയത് മകനെ മകളെ ഒരു ദിവസം നഷ്ടപ്പെടും. എല്ലാം തീരും, എല്ലാം തീരും, എല്ലാം തീരും. നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ, അത് സ്നേഹമാ. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ മക്കളെ നിങ്ങളുടെ ലക്ഷ്യം. ഓ കർത്താവേ, ഈ ലക്ഷ്യം കിട്ടിയിട്ട് പോയാൽ മതിയായിരുന്നു. 5 ദിവസം കൺവെൻഷൻ കഴിഞ്ഞിട്ട് എന്താ മോളെ നിന്റെ ലക്ഷ്യം? ഓ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് ജീവിച്ച് അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കണം, മക്കളെയൊക്കെ കെട്ടിച്ചിരി, ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇനി കുറച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ജീവിതം തീർക്കണം. ഇതാ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും തീർക്കാനുള്ളതല്ല ജീവിതം. ഒരു ലക്ഷ്യമുണ്ട്. സ്നേഹമായിരിക്കട്ടെ നിനക്ക് ലക്ഷ്യം. ആ സ്നേഹം നിന്നിൽ പൂർണ്ണത പ്രാപിക്കട്ടെ. ആ സ്നേഹം നിന്നിൽ പൂർണ്ണത പ്രാപിക്കുമ്പോ, അഭിഷേകം നിന്നിൽ പൂർണ്ണത പ്രാപിക്കുമ്പോ, നീ നിന്നോട് സുവിശേഷം പറയാൻ തുടങ്ങുമ്പോ പിന്നെ കളം മാറും. ഹല്ലേലൂയ. പിന്നെ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.
ഒരു പരാജയത്തിന് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു കുത്തുവാക്കുകൾക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു മനസ്സുമടുക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിനും നിന്റെ മനസ്സിനെ മടുപ്പിക്കാൻ പറ്റില്ല. ജീവിതത്തിന്റെ കൺമുമ്പിൽ ചീട്ടുകൊട്ടാരം പോലെ സകലതും തകർന്നു വീഴുമ്പോഴും അതിന്റെ മേൽ എഴുന്നേറ്റ് നിന്നിട്ട് നീ പറയും, എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവാണ്, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് യേശുവിന്റെ ആത്മാവാണ്, എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് യേശുവിന്റെ സ്നേഹമാണ്. ലോകത്തിന് ഈ സ്നേഹത്തെ, ഈ സമാധാനത്തെ, ഈ സന്തോഷത്തെ തകർക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ എന്നോട് സുവിശേഷം പറയും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇനി ഈ കൺവെൻഷൻ ഇപ്പൊ തീരും. 1.5 മണിക്കൂർ പുറത്തോട്ടിറങ്ങുമ്പോ ഓരോ നിമിഷവും നീ നിന്നോട് സുവിശേഷം പറയണം. ഓരോ നിമിഷവും നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ മുമ്പിൽ, നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുമ്പിൽ, നിന്റെ കുടുംബ ബന്ധങ്ങളുടെ നടുവിൽ ഒക്കെ നീ നിന്നോട് സുവിശേഷം പറയണം. വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും വചനം വായിക്കണം. ഹല്ലേലൂയാ. ഇതൊന്നും അറിയാതെ എങ്ങനെ പറയുന്നല്ലേ? എല്ലാ ദിവസവും വചനം വായിക്കണം. എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരല്ലേ ഇതിനകത്തിരിക്കുന്ന 90% പേര്? എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരല്ലേ? എന്നിട്ട് എന്താ കിട്ടി? ഇന്ന് പറഞ്ഞ് നാളെ പറയാല, നാളെ പറഞ്ഞ് മറ്റന്നാൾ പറയില്ല. കുറച്ച് ഇൻഫർമേഷൻ അല്ലേ കിട്ടിയുള്ളൂ. നിന്റെ ആത്മാവിന് വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, കുറെ ഇൻഫർമേഷൻ കിട്ടി. ഇൻഫർമേഷൻ നമ്മുടെ ആത്മാവിനെ വളർത്തില്ല. അതുകൊണ്ട് ആത്മാവിനെ വളർത്തുന്ന ആലോചനകളെയും ആത്മാവിനെ വളർത്തുന്ന വായനകളും ആത്മാവിനെ വളർത്തുന്ന വീഡിയോസും ആത്മാവിനെ വളർത്തുന്ന മാസികകളും ആത്മാവിനെ വളർത്തുന്ന പുസ്തകങ്ങളും നമ്മൾ വായിക്കണം. ഹല്ലേലൂയാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം. എല്ലാ ദിവസവും നമ്മൾ വായിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിച്ച് ധ്യാനിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. എങ്കിലേ നിനക്ക് നിന്നോട് സുവിശേഷം പറയാൻ പറ്റൂ. അത് കഴിയുമ്പോൾ നിന്നെ ലോകത്തിന്റെ സുവിശേഷമാക്കി ദൈവം മാറ്റും. അനേകരുടെ മുമ്പിൽ സുവിശേഷം പറയാൻ ദൈവം നിന്നെ ഒരുക്കും. ലോകരാജ്യങ്ങൾ സുവിശേഷമായി ദൈവം നിന്നെ കൊണ്ടുപോകും. പ്രിയപ്പെട്ട വിജാതീയരുടെ മുമ്പിൽ പോലും സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ ദൈവം നിന്നെ ഒരുക്കുമെന്ന് ഈ രാത്രികാലം ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് അച്ഛൻ ഉറപ്പ് പറയുക. കഴിഞ്ഞ ഇത്രയും വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ എത്രയോ ദൈവത്തെ ഇന്നലകളിൽ ഒരിക്കൽ പോലും കണ്ടുമുട്ടാത്ത ജീവിതങ്ങൾ സുവിശേഷത്തിന് വേണ്ടി മാറിയിട്ടുണ്ടെന്നറിയാമോ? അവരാ സ്നേഹം അനുഭവിച്ചപ്പോ അവർ പറയും, ഇന്നോളം ഞങ്ങൾ ഇത് അറിഞ്ഞില്ല, ഇന്നോളം ആരും ഞങ്ങളോട് ഇത് പറഞ്ഞില്ല, ഇന്നോളം ഇങ്ങനെ ഒരു സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നോ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് സ്വർഗം നമ്മൾ ഉയർത്തും. അതുകൊണ്ട് ആദ്യം നാം നമ്മോട് സുവിശേഷം പറയണം. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ മകനെ നിനക്ക് ദുരിതം.